അർജുൻ്റെ വീട്ടിൽ സന്ദീപ് ഉണ്ട്. സന്ദീപ്, ഒരു ഉത്തരമായിരിക്കുന്നു. മരിച്ചുവെന്ന് ആ കുടുംബത്തിന് ഉറപ്പാണ്. പക്ഷേ എങ്ങനെ മരിച്ചു? ഇവിടെ തന്നെയായിരുന്നോ? ലോറിക്കുള്ളിലായിരുന്നു അർജുൻ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കുന്നു. സങ്കടകരമാണ് ഈ സാഹചര്യം. എങ്കിലും ആ കുടുംബം എങ്ങനെയാണ് ഈ വാർത്ത ശ്രവിക്കുന്നത്? വെനു, കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീടിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. അർജുന് ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം തന്നെ ആ വീട്ടിലുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരി, കുഞ്ഞ് എല്ലാവരും ഈ വീട്ടിലുണ്ട്. വിവരണാതീതമായൊരു അനുഭവത്തിലൂടെയാണ്, അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയത്. ഒരുപക്ഷെ കേരളം സമീപകാലത്തൊന്നും ഇതുപോലെ മനസ്സുകൊണ്ട് ചേർന്ന് നിന്ന ഒരു കുടുംബം അപൂർവമായിരിക്കും. പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഈ കുടുംബം ഇതുവരെ. ഇവർക്കൊപ്പം തന്നെ പ്രാർത്ഥനയുമായി കേരളം ഒന്നാകെ ഉണ്ടായിരുന്നു, മലയാളികൾ ഒന്നാകെ ഉണ്ടായിരുന്നു. ഈ കണ്ണാടിക്കൽ എന്ന ഗ്രാമം തന്നെ പല ഘട്ടത്തിൽ ഒന്നടങ്കം ഈ കുടുംബത്തിനൊപ്പം നിലയുറപ്പിക്കും നമ്മൾ കണ്ടതാണ്. വളരെ വേദന നിറഞ്ഞ സന്ദർഭത്തിലും അവരുടെ പ്രതീക്ഷ, അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ, അധികാരികൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. പക്ഷേ ഈ 71 ദിവസം ഈ വിവരം പുറത്തു വരുമ്പോൾ അവർ ആ ഒരു കാര്യത്തോടുള്ള ഒരു പ്രതികരിക്കാനുള്ള, അല്ലെങ്കിൽ അത് പൂർണ്ണമായി അവരതിന് ഉൾക്കൊള്ളാൻ തന്നെ സമയമെടുക്കും, ഉറപ്പാണ്. അപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ തന്നെ എത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഈ ഒരു ഷിരൂർ മിഷൻ തുടങ്ങുന്ന ഓരോ ഘട്ടത്തിലും അവരവരുടെ ഈ കുടുംബം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഒരുപക്ഷെ ഒരു മനുഷ്യന് വേണ്ടി ഒരു കുടുംബത്തിന് എത്രത്തോളം പോരാട്ടം നടത്താൻ കഴിയും, ശ്രമം നടത്താൻ കഴിയും എന്നതിൻ്റെ കൂടി ഒരു മാതൃകയായിട്ട് ഇത് മാറി. കഴിഞ്ഞ ദിവസം ഈ ദൗത്യം പുനരാരംഭിച്ച ഘട്ടത്തിൽ ഇവിടെ എത്തുകയും അർജുൻ്റെ അമ്മയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രതീക്ഷ, എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവട്ടെ, അപ്പോൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. മാത്രമല്ല, ഇത് 10 ദിവസം വേണ്ടി വരില്ല. 10 ദിവസത്തെ ഒരു മിഷനാണ് ഇപ്പോൾ തുടങ്ങിയതെങ്കിലും ഈ ഡ്രഡ്ജർ കൊണ്ടുള്ള തിരച്ചിൽ എന്തായാലും 10 ദിവസം വേണ്ടിവരും തോന്നുന്നില്ല. ഒരു 4-5 ദിവസത്തിനകം എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് പറ്റി, മകൻ എന്ത് പറ്റി, അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത, അതായിരുന്നു ഇവരെല്ലാം കാത്തിരുന്നത്. തീർച്ചയായിട്ടും വിനു, ഈ വീട്ടിൽ നിന്ന് ജൂലൈ മാസം 8-ാം തീയതി ഇറങ്ങിപ്പോയതാണ്. ഒരു ജോലിക്കായി പോയ വ്യക്തിയാണ്. ഈ നാട്ടിനാകെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ. മടങ്ങിവരവ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, അതിനായാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഈ രീതിയിൽ ഇപ്പോൾ കാര്യങ്ങളെത്തി നിൽക്കുന്നു. ഈ കഴിഞ്ഞ 2-2.5 മാസത്തോളമായി, അല്ലെങ്കിൽ 71 ദിവസമായി ഈ കുടുംബത്തിൻ്റെ വേദന എല്ലാവരും തന്നെ പങ്കിട്ടു. 16-ാം തീയതി, ജൂലൈ മാസം 16-ാം തീയതി ഉണ്ടായ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ, അതിനെ തുടർന്ന് 17-ന് ഇതിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. 18-ന് അവർ പല ശ്രമങ്ങളും മറ്റും നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് MK രാഘവൻ MP കാണാൻ പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ ലേഖകൻ ബിജു ഇവരുമായി സംസാരിക്കുന്നതും അർജുൻ്റെ കുടുംബത്തിൻ്റെ ഒരു വികാരം നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതും. അതിനുശേഷം ആദ്യത്തെ 2-3 ദിവസത്തെ ഒരു നിസ്സംഗത, അതിന് തുടർന്നുള്ള ദിവസങ്ങളിലെ ചില പാളിച്ചകളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ദൗത്യത്തിൻ്റെ ഭാഗം വലിയ ശ്രമം, വലിയ മനുഷ്യാധ്വാനം കേരളത്തിലും കർണാടകയിലുമായി നടന്നു. കർണാടകയിൽ പല ഘട്ടത്തിലുള്ള തിരച്ചിൽ, മണ്ണ് നീക്കിയുള്ള തിരച്ചിൽ, നേരത്തെ വിവരിച്ചതുപോലെ വലിയ തോതിൽ, ഒരുപക്ഷെ നമുക്ക് മുന്നനുഭവങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ ആദ്യം നടന്നു. പിന്നീട് അതൊരു പൂർണ്ണ തിരച്ചിൽ എന്ന രീതിയിലേക്ക് കരയിലും അതുപോലെ തന്നെ പുഴയിലുമായി നടന്നു. ഒപ്പം തന്നെ ആ സമയത്തൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കുറെ കൂടി വേഗം വേണം, ഇപ്പോഴത്തെ വേഗം പോരാ എന്ന ആവശ്യവുമായി നാട്ടുകാരടക്കം, വേണമെങ്കിൽ ഇവിടെ നിന്ന് ഷിരൂരിലേക്ക് പോകാൻ പോലും തയ്യാറാണെന്ന ആവശ്യവുമായി ആളുകളടക്കം രംഗത്ത് വന്നു. ആ അർത്ഥത്തിൽ ഇവിടുത്തെ ഒരു യുവാവിനോട്, ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനോട് കാട്ടാവുന്ന ഏറ്റവും നീതിയും ഒപ്പം തന്നെ ഐക്യദാർഢ്യവുമായിരുന്നു നാടാകെ ഒന്നിച്ച് പ്രഖ്യാപിച്ചത്. ഈ സംഭവം ഇപ്പോൾ അല്പം മുൻപ് മാത്രം പുറത്തു വന്ന വിവരം അറിഞ്ഞ അർജുൻ്റെ സഹോദരി അഞ്ജു ഇവിടേക്ക് എത്തി. ബാങ്കിലായിരുന്നു അഞ്ജു. അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും ബാങ്കിലാണ്, അടുത്തിടെയാണ് ജോലി കിട്ടിയത്. കൃഷ്ണപ്രിയയും ഇവിടേക്ക് എത്തിയിരുന്നു. അർജുൻ്റെ പിതാവിന് കഴിഞ്ഞ കുറച്ച് ദിവസമായി ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, കിടപ്പിലാണ്. അമ്മയുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ഒരു ദുരന്തത്തെ എങ്ങനെ അവർ ഉൾക്കൊള്ളും, അവർക്ക് ഇതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും അവരുടെ ഓരോ വിഷമസ്ഥിതിയിലും അവരുടെ പ്രതികരണം അവർ ജനങ്ങളോട് അറിയിച്ചതാണ്. കാരണം അർജുൻ്റെ കാര്യത്തിൽ അത്രയേറെ താല്പര്യപൂർവ്വമാണ് കേരളമാകെ നിൽക്കുന്നത്. കേവലം മാധ്യമങ്ങളോടുള്ള പ്രതികരണം എന്ന അർത്ഥത്തിലല്ല, സമൂഹമാകെ നാടാകെ കാത്തിരിക്കുകയായിരുന്നു അർജുൻ്റെ ഓരോ കാര്യത്തിലും. ഒപ്പം തന്നെ ഈ കുടുംബത്തിന് എന്ത് പ്രതികരിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വികാരം അവർ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇന്നത്തെ അല്പം മുൻപ് പുറത്തു വന്ന വിവരങ്ങളിൽ അടക്കമുള്ള അവരുടെ ഒരു പ്രതികരണം പുറത്തേക്ക് അവർ മാധ്യമങ്ങളോട് അറിയിക്കും എന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. പക്ഷേ അതല്പം സമയം എടുക്കും വിനു. ഈ വിവരം അറിഞ്ഞ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നാട്ടുകാരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു വല്ലാത്ത നടുക്കത്തിലുമാണ്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ, എന്തെങ്കിലും തരത്തിൽ ജീവനോടെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുടുംബം തന്നെ പറഞ്ഞിരുന്നു, ആ ലോറി അവിടെ തന്നെ ഉണ്ടാകും, ആ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകും. കാരണം ആ രീതിയിലുള്ള വിവരങ്ങളായിരുന്നു കിട്ടിയത്. അർജുൻ അവിടെ ഒരു ട്രിപ്പിനിടയിൽ വിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. അവിടുന്ന് ഫോൺ ശബ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷയുടെ ഓരോരോ സൂചനകളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നു.
അപ്പോൾ അത്തരത്തിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ തിരച്ചിൽ അവസാനിപ്പിക്കരുത്, അത് പാതി വഴിയിൽ നിർത്തരുത് എന്ന് തന്നെ കുടുംബം ആവർത്തിച്ച് പറയാനുള്ള കാരണവും അവർക്ക് അർജുനെക്കുറിച്ചുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ വിവരം വരുന്നു. അർജുൻ്റെ സഹോദരിമാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരി ഉൾപ്പെടെ ഭാര്യ, കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ വീട്ടിലുണ്ട്. ഇനി എന്താണ് ഷിരൂരിൽ നിന്നുള്ള അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അടുത്ത നടപടികൾ, അതിൻ്റെ കൂടി ഒരു പുരോഗതി അനുസരിച്ചായിരിക്കും കുടുംബത്തിൻ്റെ മറ്റു പ്രതികരണവും മറ്റും. അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ സന്ദീപ്? ആരോടെങ്കിലും ചോദിച്ചോ? അവർ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും സൂചന കിട്ടിയാൽ അമ്മയടക്കം അവിടേക്ക് പോകുമെന്നാണ്. അത് വിനു, ഷിരൂരിൽ നിന്ന് എന്താണ് ഇനിയുള്ള നടപടികൾ? ഇപ്പോൾ ലോറി അവിടെ നിന്ന് കണ്ടെത്തി, ലോറിയിൽ നിന്ന് ശരീരഭാഗം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇനി എങ്ങനെയാണ്, അതിനനുസരിച്ചായിരിക്കും കുടുംബത്തിന് ഇനിയുള്ളൊരു തുടർ കാര്യങ്ങൾ, അത് അവിടേക്ക് പോകണമോ തുടങ്ങിയ കാര്യങ്ങളൊരു തീരുമാനമെടുത്തിട്ടില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിവരം ഒരു കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാനാവാത്തൊരു വിവരമാണ് പുറത്തു വരുന്നത്. അവർക്ക് അതിനെക്കുറിച്ചുള്ള അവരുടെ ഒരു തീരുമാനം അവർ എടുക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. അക്കാര്യത്തിലൊരു തീർപ്പ് വരേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ബിജു ഉണ്ട്. ബിജു, കുടുംബത്തിൻ്റെ ഒരു തീരുമാനം, അവർ പലപ്പോഴും ഏറ്റവും നിർണായക ഘട്ടത്തിൽ ബിജുവുമായിട്ട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? അക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല സന്ദീപ്. ഇപ്പോൾ വീട്ടിലിപ്പോൾ ഉള്ളത് അർജുൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അല്പം മുമ്പ് അഞ്ജു കൂടെ ഇവിടെ എത്തിയിരുന്നു. അവർ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അഞ്ജു ഇന്നലെ ഉച്ചയോടെയാണ് ഈ വീട്ടിലെത്തിയത്.